അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതുതായി തുടങ്ങുന്ന ഏത് കാര്യവും തുടങ്ങുന്ന സന്ദർഭത്തിൽ ചൊല്ലേണ്ട ദുആയാണ്. ഏത് കാര്യവും വിജയിക്കാൻ ദുആ കൊണ്ട് തുടങ്ങും. ഏതൊരു കാര്യം നിങ്ങൾ തുടങ്ങുന്നുണ്ടെങ്കിലും ആ തുടക്കത്തിൽ ഒരു ദുആ നിർബന്ധമായും ചെയ്യുക. കാരണം ദുആ ചെയ്യുന്നതിലൂടെ ആ സംഗതി വിജയിക്കാനുള്ള സാധ്യത കൂടുന്നു. ദുആ കൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ? ദുആ കൊണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകും, അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ ഔദാര്യം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടാകും, അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടാകും. അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള പൊരുത്തവും സ്നേഹവും സംരക്ഷണവും ഒക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മൾ ദുആ കൊണ്ട് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ പാഴാവാത്ത ഒരു പ്രവൃത്തിയാണ് ദുആ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് ദുആയാണ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിലൂടെ ലഭിക്കുന്ന കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. ഈ കാര്യങ്ങൾ എല്ലാ വീഡിയോയിലും പറയാൻ കാരണം പലരും വീഡിയോ കാണുന്നുണ്ടാവാം, പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല. ലൈക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ യൂട്യൂബ് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ നന്മ പ്രചരിപ്പിച്ച കൂലിയും നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദുആ ഇതാണ്: റബ്ബന ആതിന മില്ലദുൻക റഹ്മ, റബ്ബന ആതിന മില്ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. റബ്ബന ആതിന മില്ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. ഞങ്ങളുടെ നാഥ, നിന്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹത്തെ നീ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ കാര്യത്തിൽ നീ ഒരു സന്മാർഗം കാണിച്ചു തരികയും ചെയ്യണമേ എന്നാണ് ഈ ദുആയുടെ സാരം. അപ്പോൾ ഈ ദുആ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ഈ സംരംഭത്തിൽ, നിങ്ങളുടെ ഈ എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ആ കാര്യത്തിൽ ഹൈറും ബർക്കത്തും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ഇനി ഒരു കാര്യം തുടങ്ങുന്ന സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ പ്രഭാഷകരെല്ലാം ചൊല്ലുന്ന ഒരു ദുആ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാകും. അത് ഖുർആനിൽ നിന്നുള്ളൊരു ആയത്ത് കൂടിയാണ്. അതിങ്ങനെയാണ്: റബ്ബിശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന് തുടങ്ങുന്ന ആ ദുആയിൽ നമുക്ക് ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും നമുക്ക് ചൊല്ലാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. റബ്ബിശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി എന്ന ദുആയും നിങ്ങൾ ഏത് ഒരു നല്ല കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ തുടക്കത്തിൽ ഈ പ്രാർത്ഥനയായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ, ആദ്യം പറഞ്ഞ ദുആയും രണ്ടാമത് പറഞ്ഞ ദുആയും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ദുആ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? തീർച്ചയായും നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഖൈറും ബർക്കത്തും ഉണ്ടാകും. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പൊരുത്തവും അള്ളാഹുവിൻ്റെ പ്രീതിയും അള്ളാഹുവിൻ്റെ രക്ഷയും നിങ്ങളിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകും. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സതുദ്ദേശങ്ങളിലും സൽപ്രവർത്തികളിലും എല്ലാം അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹവും അതുപോലെ തന്നെ പൊരുത്തവും അതുപോലെ തന്നെ സംരക്ഷണവും അള്ളാഹുവിൻ്റെ പ്രീതിയും എല്ലായ്പ്പോഴും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടാകട്ടെ എന്ന്
ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.